ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദു കണ്ണു തുറക്കുവാണ് കേട്ടോ. ആദർശ് നയനയും കയറി കാണുന്നുണ്ട്. നന്ദുവിന് ചെറുതായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, ഇത്രയും വിഷമം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, ഞാനൊരിക്കലും അനയുടെ വിവാഹം നടന്നുകൊണ്ടല്ല ആത്മഹത്യ ചെയ്തേ. എൻ്റെ പേരിൽ നാളെ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവരുതല്ലോ എന്ന് ഓർത്ത ആദർശേട്ടാ ആത്മഹത്യ ചെയ്തതെന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നയന കരയുവാണ്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കരഞ്ഞിട്ട് എന്താ കാര്യം, പറഞ്ഞിട്ട് വല്ലോ കാര്യമുണ്ടോ, എല്ലാം കഴിഞ്ഞില്ലേ, എല്ലാവരും തെറ്റുകാരാ, ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇരിക്കുന്ന നിൻ്റെ ചേച്ചി പോലും എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അതേ സമയത്ത് ദേവയാനിയാണെങ്കിൽ ആദർശിനെ വിളിയോ വിളി, എന്നിട്ട് പറയാണ് റിങ് ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ജലജ പറയുകയാണ്, അതാ ഞാനിപ്പം പറഞ്ഞേ, പണ്ടത്തെ പോലെയൊന്നുമല്ല, അവൻ്റെ സ്വഭാവം മാറിപ്പോയി. സ്വന്തം അനിയനായിട്ടല്ലേ അവൻ കണ്ടുകൊണ്ടിരുന്നത്, ഇപ്പം അവന് പോലും ഇഷ്ടമല്ല എനിക്ക് നല്ലൊരു ബന്ധം കിട്ടിയെന്ന് പറയുമ്പോൾ ദേവേനി പറയാണ്, അങ്ങനെയൊന്നുമില്ല, ആദർശിന് സ്വന്തം അനിയൻ തന്നെയാണ്, ഒരിക്കലും അവനങ്ങനെ ചിന്തിക്കത്തുമില്ല, ഇത് അവൾ വിളിച്ചുകൊണ്ട് പോയതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ജലജ പറയണം, അത് ചിലപ്പോൾ ശരിയായിരിക്കും, ഇപ്പം പണ്ടത്തെ പോലെയൊന്നുമല്ല, അവനെ ഏട്ടത്തെയും വലിയ കാര്യമൊന്നും അല്ല എന്ന് പറയുവാണ് കേട്ടോ. ഇതൊന്നും തീരെ രസിക്കാണ്ട് നിൽക്കുവാണ് ദേവയാനി. എന്നിട്ട് ആ സമയത്ത് ജലജ പറയുകയാണ്, അവൾ മനഃപൂർവ്വം താലി കഴിച്ചിട്ടിട്ട് പോയതാ, ആ പെൺകൊച്ചിൻ്റെ വീട്ടുകാരാണെങ്കിൽ അത് കണ്ട് നെഞ്ചടിപ്പോടെയാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അവരതൊന്നും ഓർത്ത് പേടിക്കണ്ട, അവരുടെ മോളുടെ ജീവിതം എന്തായാലും അതുപോലെ താഴെ പോവുകയല്ലോ, അത് ഞാൻ അവരോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചോളാം എന്ന് പറയുകയാണ്. അത് കഴിയുമ്പോൾ അനാമിക ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, അമ്മയും കൂടെ വാ, അടുത്ത് നിൽക്കുമെന്ന് പറയുമ്പോഴേക്കും ജാനകി പറയാം, ഒരുപാട് ഫോട്ടോ എടുത്തില്ലേ മോളെ എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ പറയുവാണ്, കുടുംബത്തിൽ ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും, മോക്കിന്നത്തോടെ എല്ലാവരുടെയും തനി സ്വഭാവം മനസ്സിലായല്ലോ, ആ താലി അവൾ മനഃപൂർവ്വം അഴിച്ചിട്ടിട്ട് പോയതാണെന്ന് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ അനി പറയുന്നുണ്ട്, വന്ന് കയറിയില്ല, അതിനു മുമ്പ് ഇനി കുടുംബ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണോ, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ജാനകി പെട്ടെന്ന് ചോദിക്കുക, അവളല്ലെങ്കിൽ പിന്നെ നീ ആണോടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനാമികയും ചോദിക്കുന്നുണ്ട്, എന്താ അനിയാണോ താലിപ്പം മുറുക്കി കെട്ടാന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും അനി പറയുകയാണ്, ഞാനാ എന്ന് സമ്മതിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജാനകി പറയുന്നുണ്ട്, ഏടത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ ഓരോരോ ഐഡിയ എന്തിനാടാ, എന്തായാലും നീ കിട്ടിയത് മുറുക്കിയില്ലെങ്കിൽ മുറുക്കി കെട്ടാനാണല്ലോ അവളെ നിർത്തിയായിരുന്നേ, അപ്പോൾ പിന്നെ ആരാ അത് അഴിച്ചു വിട്ടേന്നുള്ളത് ഊഹിക്കാനുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് പറയുവാണ് കേട്ടോ. മനാമി പറയാണ്, അത് നേരമ്മേ, എനിക്കത് മനസ്സിലായിരുന്നു, ഞാനും അതങ്ങനെ ചിന്തിച്ചു, എന്തിനാ എന്നെ ഒന്ന് തട്ടിക്കൊണ്ട് പോയെന്ന് തന്നെ അവരുടെ പ്ലാനാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട്, ഇനി അതും അവരുടെ തലയിൽ വെക്ക്, നിന്നെ രക്ഷിക്കാൻ വന്നു ഇപ്പോൾ അവരുടെ കുറ്റമാണോ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ അനാമിക, എന്നെ രക്ഷിക്കാൻ വന്ന് എന്തായാലും വിശ്വസിക്കാൻ പറ്റാത്തതാണ്, കാരണം കറക്റ്റായിട്ട് വരുന്നു, പിന്നെ നന്ദു ആ ഗുണ്ടകളെയൊക്കെ അടിച്ചിരുന്നു, ഒരു പെണ്ണ് ഇതുമാതിരിയല്ലേ ഗുണ്ടകളെയൊക്കെ അടിച്ചിരുന്നേ, അതൊക്കെ അവരുടെ പ്ലാനിങ് ആണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് തന്നെ പറയുവാണ്, ഞാൻ ഇവിടെ നിന്നാൽ വല്ലതും കൂടുതൽ പറഞ്ഞു പോവും, ഞാൻ പോവാന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം ജാനകിയും അനിയോട് പറയുന്നുണ്ട്, നിൻ്റെ ഏട്ടന് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ, അവനെ വരെ അവൾ പിരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അനി ആ ഫോട്ടോഷൂട്ടിന് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ജാനകി അനാമികേനെ ചേർത്ത് നിർത്തിയിട്ട് പറയാണ്, മോളിനി ആരുടെയും മുമ്പിൽ തല കുനിച്ച് നിൽക്കണ്ട, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, മോളെന്തായാലും പ്രതികരിക്കേണ്ടപ്പം നല്ലപോലെ പ്രതികരിച്ചു, മോളുടെ കൂടെയാണ് ഈ വീട്ടിലുള്ള എല്ലാവരും എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പം ജയനും അജയനും ഒക്കെ കല്യാണത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി വന്ന ആൾക്കാരോട് പറയുകയാണ്, അച്ഛൻ ഹോസ്പിറ്റലായതുകൊണ്ട് ഭയങ്കര വലുതായിട്ട് നടത്താൻ പറ്റിയില്ല, എങ്കിലും തീരെ മോശമാവരുതല്ലോ എന്നുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്താണ് ആദർശം നയനയും കയറി വരുന്നത്. പെട്ടെന്ന് ജയൻ ചോദിക്കുന്നുണ്ട്, എവിടെ പോയതായിരുന്നടാ, നിങ്ങൾക്ക് കുറച്ച് നേരം കൊണ്ട് ഇവിടെ നിൽക്കാൻ പാടില്ലാത്ത എന്ത് പ്രശ്നമായിരുന്നുള്ളേ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അച്ഛാ, അത് നന്ദു പുറത്തുനിന്ന് തല ഇറങ്ങി വീണു, അപ്പോൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റൽ ഒബ്സർവേഷനിലാന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അജയനോട് സംസാരിക്കുവാണ് കേട്ടോ. അതേസമയത്ത് നയന, ഞാനൊന്ന് അച്ഛനമ്മയൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തോട്ട് പോവാണ്. അങ്ങനെ അജയനോട് സംസാരിക്കുമ്പോൾ പറയാണ്, ഇളയച്ച, ഞാൻ ഇന്നലെ വൈകിട്ടാണ് അനിയുടെയും നന്ദുവിൻ്റെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നേ, ഒരുപാട് വൈകിപ്പോയി, അവർ തമ്മിലായിരുന്നു ഷെയർ ചെയ്യേണ്ടിയിരുന്നൊക്കെ പറയുമ്പോൾ അജയൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ ആ വീട്ടിലോട്ട് ആ കൊച്ചു വന്നാലത്തെ അവസ്ഥ നിനക്കറിയാമല്ലോ, ഇപ്പം തന്നെ അവിടെ നടക്കുന്ന യുദ്ധം. അത് കഴിയുമ്പോൾ നമ്മുടെ അജയൻ പറയുവാണ്, എന്തേലുമൊക്കെ ആട്ടെ, സാരമില്ല, വിട്ടുകളാം, പിന്നെ ഇതൊന്നും നീ അനിയോട് ഇനി പറയണ്ട, അല്ലെങ്കിൽ അവൻ്റെ ജാതകത്തിൽ 2 വിവാഹം ഉണ്ടെന്നാണ് പറയുന്നത്, അതുമാത്രമല്ല അനാമികയ്ക്ക് സംശയമുണ്ട് നന്ദുവിനെ, അങ്ങനെ സംശയം വെച്ച്
വരുന്നൊരു പെങ്കൊച്ചാണ് അനാമിക. ആ കൂടെ അനി അവളെ സ്നേഹിക്കാതിരിക്കുകയോ നന്ദുവിൻ്റെ പേര് പറയുകയൊക്കെ ചെയ്യുമ്പോൾ കുടുംബത്തിൽ ഇനി ഒരുപാട് പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അതുമാത്രമല്ലല്ലോ, ഞാൻ അച്ഛനാണെന്നൊരു പേരേ ഉള്ളൂ, അവൻ എല്ലാത്തിനും നീയാ റോൾ മോഡൽ. അപ്പം നീയായിട്ടൊരിക്കലും നന്ദുവിൻ്റെ കാര്യം എടുത്തിടരുത് എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാനാവാതെ ആകെ തകർന്ന് നിൽക്കുന്നതാണ് കേട്ടോ ആദർശ്. ജയനും അജയനും എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം നയന എന്നിട്ട് അച്ഛനും അമ്മയൊക്കെ കാണുവാണ്. അപ്പം ഗോവിന്ദൻ അവിടെ എന്തോ തിരക്കാണ് കേട്ടോ. അപ്പോൾ കനകയോടും നവ്യയോടുമാണ് നമ്മുടെ നയന പറയുന്നത്, നന്ദു ഒരു അബദ്ധം കാണിച്ചു എന്ന് പറഞ്ഞ് പാലത്തിന് മുകളിൽ നിന്ന് ചാടിയതും കുഴപ്പമൊന്നുമില്ല, ഇപ്പം ഓക്കെയാണ്, ഒബ്സർവേഷനാണെന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് ഗോവിന്ദൻ വന്നിട്ട് എന്തിയ മോളെ നന്ദൂട്ടിനെ ഇവിടെ, നിങ്ങൾ എവിടെ പോയിക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ പറയാണ്, അച്ഛാ നന്ദു ഹോസ്പിറ്റലാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഗോവിന്ദനാകെ ടെൻഷനാവുന്നുണ്ട് കേട്ടോ. പക്ഷേ കൂടുതലൊന്നും ഗോവിന്ദനോട് പറയുന്നില്ല. ഗോവിന്ദൻ എന്തു പറ്റി? ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, വാ ഗോവിന്ദട്ടാ നമുക്ക് പോവാം, എത്രയും പെട്ടെന്ന് പോവാമെന്ന് പറഞ്ഞ് ഗോവിന്ദനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്താ പറ, അത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറയാം, നീ വാ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും അവർ രണ്ടുപേരും കൂടെ പോവാണ് ഹോസ്പിറ്റലിലോട്ട്. അതേസമയം നമ്മുടെ നവ്യ പറയുന്നുണ്ട്, എല്ലാവരും പറഞ്ഞത് ശരിയാ, ആദർശേട്ടന് വേറെ തോന്നിയെങ്കിൽ നമ്മൾ ഈ ബന്ധം പിരിക്കരുതായിരുന്നു, ഇനിയിപ്പോൾ എന്ത് പറയാനല്ലേ എന്നൊക്കെ ചോദിച്ചാൽ നവ്യ നയനെ കൂടെ സംസാരിക്കുവാണ്. നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഒരുപാട് വൈകിപ്പോയി എന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന അനാമയുടെ അടുത്ത് എല്ലാവരും നിൽക്കുന്നതാണ്. അവരെല്ലാം കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുവാണ് കേട്ടോ. അപ്പോഴും ജാനകി പറയുന്നുണ്ട്, ഇത്രയും നേരമായിട്ട് ആദർശിനെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ കുത്തി പറയുമ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, എന്ത് പറയാനാ എന്നിങ്ങനെയുള്ള രീതിയിൽ നിൽക്കുവാണ്. അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, അവൾ വന്ന് കയറിയ പിന്നെയാണ് ഈ മാറ്റങ്ങളെന്നൊക്കെ പറയുവാണ്. ജലജയ്ക്ക് കിട്ടിയ അവസരം മുതലെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഈ കുടുംബത്തിലെ അവസ്ഥ ഏകദേശം മനസ്സിലായല്ലോ എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്തവസ്ഥയാണെങ്കിലും മോളുടെ കൂടെയാണ് ഞങ്ങളെല്ലാവരും. എന്നിട്ട് അവർ അനാമികളുടെ ഗോളൊക്കെ നോക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു പെങ്കൊച്ച് ഇത്ര ഇതിൽ കയറി വരുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും അനാമികയുടെ അമ്മ രേവതി പറയുകയാണ്, ഒറ്റ മോളല്ലേ ഉള്ളൂ, അതുകൊണ്ട് കാശൊന്നും നോക്കിയില്ല, സ്വർണ്ണമൊക്കെ മോൾക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ എടുത്തു, നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നെ എടുത്തതെന്നൊക്കെ പറഞ്ഞ് പൊക്കി പറയുവാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോള് തന്നെ ഒരു തങ്കക്കട്ടിയല്ലേ, അതിൽ കൂടുതൽ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല സൂചിച്ചിരുന്ന് കേൾക്കുവാണ് കേട്ടോ നമ്മുടെ അനാമിക. അത് കഴിയുമ്പം എല്ലാവരും കൂടെ താലി കഴിഞ്ഞ് വീണ്ടുന്നതിൻ്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞ് നമ്മുടെ നയനെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അവൾ ഒറ്റയെടുത്തോള് കാരണമാണ് എന്നൊക്കെ പറയുമ്പോഴാണ് നയനെ അങ്ങ് കയറി വരുന്നത്. നയനെ കാണുമ്പോൾ എല്ലാവർക്കും അടി കിട്ടിയ പോലെ ആവുകയാണ് കേട്ടോ. പെട്ടെന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എവിടെ അടി ആദർശിനെയും കൊണ്ട് ഈ കല്യാണത്തിനിടയ്ക്ക് പോയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നന്ദു ഒന്ന് തല ചുറ്റി വീണു, അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോയതാ എന്ന് പറയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അനാമിക മനസ്സിൽ ചിന്തിക്കുവാണ്, അവൾക്ക് അനി എൻ്റെ കഴുത്തെ താലി കെട്ടുന്ന കണ്ടപ്പം അറ്റാക്ക് വന്ന് കാണും, അങ്ങനെ ബോധം കെട്ടായിരിക്കും അവൾ വീണത്, അങ്ങനെ തന്നെ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മനസ്സിലങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട്, അതിനവളിവിടെ ഒന്നും ഇല്ലായിരുന്നല്ലോ, പുറത്ത് വെച്ചായിരുന്നു, പുറത്ത് നിൽപ്പുണ്ടായിരുന്നു, അവളുടെ ഫ്രണ്ട്സാണ് വന്ന് പറഞ്ഞേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, വേറെ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഒബ്സർവേഷനിലാണെന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട്, അത് കല്യാണം നടക്കരുതെന്ന് ആഗ്രഹത്തോടെ നിൽക്കുന്നവർക്ക് പല പല പ്രശ്നങ്ങളുണ്ടാക്കാൻ കാര്യങ്ങളുണ്ടാവുമല്ലോ എന്നൊക്കെ പറയുവാണ്. അതേസമയത്ത് നമ്മുടെ ജലജ പറയുകയാണ്, കല്യാണം നിങ്ങൾ കണ്ടിട്ട് പോയി എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞൊരു ചടങ്ങ് നടന്നായിരുന്നു, അത് നീ അറിഞ്ഞായിരുന്നോ, താലി പൊട്ടി താഴെ വീണു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, മുറിക്കല്ലായിരുന്നോ കെട്ടിയേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പറയുന്നുണ്ട്, ഞാൻ താലി കഴിഞ്ഞ് വീഴണം എന്നോർത്തൊന്നും ചെയ്തിട്ടില്ല, മുറിക്ക് തന്നെയാണ് കിട്ടിയത്, പിന്നെ ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞു വരുത്തി കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ട് ചൂളി നിൽക്കുന്ന സ്വഭാവം എനിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, അവളുടെ ഒരു അഹങ്കാരം നോക്കിക്കേ, മോൾ എന്തായാലും പേടിക്കണ്ട, മോളുടെ കൂടെയാണ് ഞങ്ങളെല്ലാവരും, മോൾ സമാധാനമായിട്ടിരിക്കേ, ഇഷ്ടപ്പെടാത്ത അങ്ങനെ പലരും കാണും എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് അനാമിക നല്ല സന്തോഷത്തിലിരിക്കുവാണ്. അതേസമയം നമ്മുടെ ജലജ ചിന്തിക്കുവാണ്, ഇനി വീട്ടിൽ നല്ല അടിയായിരിക്കും, നല്ല രസമായിരിക്കും എന്ന് ചിന്തിച്ച് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്.